സ്മാർട്ട് ഫോൺസ് ആർ ഗെറ്റിംഗ് ബോറിങ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മളുടെ ഇടയിൽ ഒത്തിരി ഡിബേറ്റുകൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ പൊതുവെ അല്പം ബോറിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിസൈൻ്റെ കാര്യത്തിലും പുതിയ ഇംപ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലുമൊക്കെ കഴിഞ്ഞൊരു 2-3 വർഷങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺസ് വന്നു എന്നത് സത്യമാണ്. അത് ഇപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു, നല്ലൊരു സംഗതി. അതല്ലാതെ ഒരു ടെക്നോളജിക്കൽ ലീപ്പ് എന്ന് നമുക്ക് പറയാൻ മാത്രമുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഒരു 2 വർഷം ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ 100 മെഗാ പിക്സൽ ഉണ്ടായിരുന്ന ക്യാമറ റെസൊല്യൂഷൻ ഇപ്പോൾ 200 മെഗാ പിക്സലായി. 60 വാട്ട് ഫാസ്റ്റ് ചാർജിങ് 120 വാട്ടായി. 2K ആയിരുന്ന പല ഡിസ്പ്ലേസും ഇപ്പോൾ 4K ആയിട്ട് ലഭിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറുകളെ വെല്ലുന്ന റാം കേപ്പബിലിറ്റീസ് ആണ്. 16 GB ഒക്കെയാണ് ചില സ്മാർട്ട് ഫോണുകളുടെ റാം. എന്തിന് പറയുകയാണെങ്കിൽ ഒരു നമ്പർ ഗെയിമാണ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിലുള്ള ഇന്നോവേഷൻ എന്ന് പറയുന്നത്. മറ്റേ കമ്പനി ഇത്രയാണ് റാം നിങ്ങൾക്ക് തരുന്നത്, ഞങ്ങൾ ഇതാ റാം എക്സ്റ്റൻഷനും കൂടെ കൂട്ടിയിട്ട് ഇപ്പോൾ 24 GB റാം തരുന്നു. എന്തിന്? കഴിഞ്ഞൊരു 2-3 വർഷങ്ങളായിട്ടുള്ള സ്മാർട്ട് ഫോണുകളിൽ ഒരു 3 വർഷം മുന്നേ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളെടുത്ത് ഇപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി മിസ് ഔട്ട് ആവുന്ന പോലെ തോന്നില്ല. എന്നാൽ അതല്ലായിരുന്നു ഒരു 6-7 വർഷം മുന്നേ ഉള്ള കഥ. ഓരോ പുതിയ അപ്ഗ്രേഡ് വരുമ്പോഴേക്കും അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ളൊരു കാരണമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരു 3 വർഷം മുന്നേ ഉള്ള ഒരു ഐഫോൺ എടുക്കുകയും ഇപ്പോൾ ഒരു ഐഫോൺ എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂജ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില ക്യാമറ ഫീച്ചേഴ്സ് സ്പെസിഫിക്കലി നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ചില ഈസ്തറ്റിക്കൽ ഫീച്ചേഴ്സ് സ്പെസിഫിക്കലി നോക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇല്ലാണ്ട് ഇറ്റ്സ് എ സെയിം തിങ്. ഈ ഒരു വികാരം നമുക്കറിയാവുന്ന പോലെ തന്നെ സ്മാർട്ട് ഫോൺ മാനുഫാക്ചേഴ്സിനും അറിയാം. അതുകൊണ്ടാണ് അവർ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകൾ അല്പം കൂടി ഇമ്പ്രൂവ് ആക്കാൻ നോക്കുന്നത്, റോളബിൾ സ്മാർട്ട് ഫോണുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ചില ലീക്സും റൂമേഴ്സൊക്കെ പറയുന്ന പോലെ വിവോ ഒക്കെ ഫോണിൽ നിന്ന് ചെറിയ പറന്ന് പൊങ്ങി നിൽക്കുന്ന മിനി ഡ്രോണുകൾ, സെൽഫി ഡ്രോണുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ലീക്സൊക്കെ വരാനുള്ള കാരണം തന്നെ സ്മാർട്ട് ഫോണുകൾ ബോറിംഗ് ആണ് എന്നുള്ളത് ഇപ്പോൾ ഒരു പരസ്യമായ രഹസ്യമായതുകൊണ്ട് തന്നെയാണ്. പുതിയൊരു സ്മാർട്ട് ഫോൺ പിക്ക് ചെയ്യാനായിട്ട് പലർക്കും ഒരു കാരണമില്ല. അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്മാർട്ട് ഫോൺ പോകണം, അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് ആവണം, അത് സ്ലോ ആവണം. അതിനായിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചില കമ്പനികൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും നല്ലതല്ല, പക്ഷേ അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ സ്മാർട്ട് ഫോൺ ടെക്നോളജിയുടെ കാര്യത്തിലൊരു ലീപ്പ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാനായിട്ടൊരു വകുപ്പുണ്ട്. ഡിസംബർ 6 ഗൂഗിൾ ജെമിനായ് എന്ന് പറയുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ ആയിട്ടുള്ളൊരു AI സൊല്യൂഷൻ ഗൂഗിൾ അനൗൺസ് ചെയ്തു. പൊതുവേ ഇങ്ങനെയുള്ളൊരു ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽ അനൗൺസ് ചെയ്യുമ്പോഴേക്കും കമ്പനികൾ 2 വേരിയൻറ്റുകളാണ് അനൗൺസ് ചെയ്യാറ്. ഒന്ന് എൻ്റർപ്രൈസ് യൂസേഴ്സിന് വേണ്ടിയുള്ളതും വേറൊന്ന് ഇൻഡിവിജ്വൽ യൂസേഴ്സിന് വേണ്ടിയുള്ളതും. ജെമിനായുടെ കാര്യത്തിൽ എൻ്റർപ്രൈസ് യൂസേഴ്സിന് വേണ്ടിയുള്ളതും പ്രോ യൂസേഴ്സിന് വേണ്ടിയുള്ളതും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം നാനോ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റും കൂടെ അവർ അനൗൺസ് ചെയ്തു. എന്തുകൊണ്ട്? ഈ നാനോ വേരിയൻറ്റ് ഭാവിയിൽ സ്മാർട്ട് ഫോണുകളിലോട്ട് വരും എന്നാണ് അവർ പറയുന്നത്. നേറ്റീവായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഒരു AI സൊല്യൂഷൻ ഉണ്ടെങ്കിലുള്ള പോസിബിലിറ്റീസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് AI പിന്നിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്, കണ്ടു നോക്കുക. AI പിന്നിനുള്ളൊരു വലിയ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആവില്ല എന്ന് ആളുകൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറേ സംഭവങ്ങൾ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു പുതിയ എക്യുപ്മെൻറ്റും കൂടെ എപ്പോഴും ക്യാരി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നടപടിയാവുന്ന കാര്യമല്ല. അതുപോലെ തന്നെ എപ്പോഴും ഒരു ഡ്രസ്സിലൊരു സംഭവമായിട്ട് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തിടുക എന്ന് പറയുന്നതും പോസിബിൾ സംഭവമല്ല. എന്നാലൊരു സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിൽ അതിപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും തന്നെ ഉണ്ടാകുന്നൊരു സംഗതിയാണ്. അപ്പോൾ എക്സ്ട്രാ ഒരു സാധനം ക്യാരി ചെയ്തുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. AI പിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്മാർട്ട് ഫോണിൽ തന്നെ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നാണ് ഓർക്കുന്നത് നിങ്ങൾക്ക് ഒരാൾക്കൊരു ഇമെയിൽ അയക്കണം, അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യും? വണ്ടി സൈഡാക്കും, ഇമെയിൽ ടൈപ്പ് ചെയ്യും, അയക്കും. എന്നാൽ ഇങ്ങനൊരു സൊല്യൂഷൻ നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അസിസ്റ്റൻ്റ് ഉള്ളതിന് തുല്യമാണ്. ആർക്ക് മെയിൽ അയക്കണം, എന്ത് കോൺടാക്ട്സിന് മെയിൽ അയക്കണം, ജസ്റ്റ് വോയിസ് ആയിട്ട് പറഞ്ഞാൽ മതി. അത് ഇമെയിൽ കമ്പോസ് ചെയ്ത് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം നിങ്ങൾ കൺഫേം ചെയ്യുമ്പോഴേക്ക് ഇമെയിൽ അയക്കും. അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു AI സൊല്യൂഷൻ നമ്മൾ ചോദിക്കുന്നതിനൊക്കെ വളരെ നാച്ചുറലായിട്ട് ആൻസർ പറയുന്നു. ഗൂഗിൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നതനുസരിച്ച് ഗൂഗിൾ പിക്സൽ 8 പ്രോയിൽ ഓൺ എക്സ്പെരിമെൻറ്റ് ബേസിസ് ഈ ഒരു സൊല്യൂഷൻ്റെ ചില ഭാഗങ്ങൾ അവൈലബിൾ ആയിരിക്കും. ഇനി ഫ്യൂച്ചർ പിക്സൽ ഡിവൈസുകളിൽ ഇതൊരു മെയിൻ സംഭവമായിട്ട് തന്നെ ഗൂഗിൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ ക്യാമറയുടെ മെഗാ പിക്സലോ അല്ലെങ്കിൽ പ്രൊസസ്സറിൻ്റെ കപ്പാസിറ്റിയോ എത്ര റാം ഉണ്ട് എന്നൊക്കെ നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഏത് AI വേരിയൻ്റാണ് അതിൽ വരുന്നത്, അതിൻ്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കിയെടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതായിരിക്കാം ചിലപ്പോൾ സ്മാർട്ട് ഫോൺസിൻ്റെ കാര്യത്തിൽ നെക്സ്റ്റ് ഡിഫൈനിങ് മൂമെൻറ്റ്.
നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻസിൽ എഴുതുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളോട് എത്തുന്നവരെ നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.